ഹലോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോണത് റോബ്ലോക്സിലെ എൻഡ് എസ്കേപ്പ് ആണ് ഗൈസ്. നമ്മൾ കളിക്കാൻ പോണത് ഇത് 20 വീഡിയോ ഇടാൻ ഞാൻ നോക്കുന്നുണ്ട് ഗൈസ്. അതപ്പോൾ ചാനൽ മറക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് കമന്റ് ചെയ്യുക ഗൈസ്. ഈ കളിയിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ കളിയിൽ ഞാൻ കുറെ നാളായി ഹാക്ക് ചെയ്തിട്ട് നമുക്ക് ഹാക്കൊക്കെ പ്രാവശ്യം നോക്കാം. അപ്പോൾ ഈ കളി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ സ്റ്റേജ് 3 വരെ കളിച്ചിട്ട് ബാക്കി പാർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ വേണ്ടത്. നമുക്ക് സ്റ്റേജ് 4 വരെ ഞാൻ കളിച്ചിട്ട് ഞാൻ പാർട്ടായിട്ട് ഇടാം. അപ്പോൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിന് കമന്റ് ചെയ്യുക. ഈ ഗെയിമിന്റെ പേരാണ് എസ്കേപ്പ് റണ്ണിങ് അങ്ങനെ പറഞ്ഞൊരു ഗെയിം. അപ്പോൾ ഇവിടെ ഏതോ തലയൊക്കെ എന്തോ ആരും കടിക്കാനൊക്കെ പോയിട്ടുണ്ട്. നമുക്കതാ നോക്കാം. ജസ്റ്റ് ഒന്ന് ഇതൊക്കെ എടാ എവരെ ഏതാണാ? അയ്യോ ഓടിക്കോ, എവരേത്? അയ്യോ എനിക്ക് പേടിയാവുന്നു ഗൈസ്. ഈ പൊട്ടന്മാരെ എവരേത് ഗൈസ് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പൊ ഗൈസ് ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഇതെന്താണ് ഇങ്ങനെ കണ്ടതാ? ഇങ്ങനെ ഏതോ പുതിയ ആളാണെന്ന് തോന്നുന്നു. കാരണം എങ്ങനെ ഗൈസ് ഇവിടെ അയ്യോ പിടിച്ചു ഗൈസ്. എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. അവളെടുത്ത് ആദ്യം മുതലായി ഗൈസ്. അവളെ വിട്ടുകൊടുക്കത്തില്ല ഗൈസ്. നമുക്ക് ചെക്ക് പോയിന്റ് കിട്ടേണ്ടതാണ്. ഓളാ നമ്മളൊക്കെ അവന്മാരെ കടിച്ചിട്ടിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോവേണ്ടത്. അവിടെയാണ് ശരിക്കുള്ള കളി. നമുക്ക് തലയിലൊക്കെ ചാടാൻ പറ്റും ഗൈസ്. അതിനകത്ത് ഈ കളിയിൽ നമുക്ക് തലയിലൊക്കെ ചാടാൻ പറ്റും പ്രേരത്തിന്റെ. അപ്പോൾ അവള് പ്രേരത്തിനെ രക്ഷപ്പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. ഗൈസ് എന്നെ കൊല്ലാൻ വരെ യവന്മാര് ബോധമില്ലാത്തവന്മാരാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളാണെങ്കിലാ എവരേത് ഗൈസ്? എന്തിനാ തിരിക്ക്? അയ്യോ പിടിച്ചു ഗൈസ്. എന്നെ ചവിട്ടിയെടുത്ത് എറിഞ്ഞിട്ട് പോയാ വന്നാര് ഗൈസ്. അവന്മാരെ വെറുതെ മത്തില്ല ഗൈസ്. നമ്മളെ പുറകെ തന്നെ വരുന്നുണ്ട് പുള്ളി. വലുതാവൻ ഞാൻ കണ്ട്. അപ്പൊ ഗൈസ് അവര് ഞാൻ ഒപ്പം സംസാരിച്ചതാ. അപ്പൊ ഗൈസ് നമ്മളാണെങ്കിലാ അവരെവിടെ അയ്യോ ഗൈസ് പ്രേതം അവർ നമ്മളെ കളിയാക്കും ഗൈസ്. നമ്മളെ പിടിച്ചിട്ട് ഗൈസ് ലാസ്റ്റ് അതാണ് അവന് സംഭവം. അപ്പൊ ഗൈസ് അവർക്ക് ഇങ്ങനെ ഇതൊക്കെ സ്റ്റെപ്പാ ഗൈസ്. ഇപ്പൊ തന്നെ നമുക്ക് ഇങ്ങനെ ഗൈസ് അവിടെ നമുക്ക് ജയിക്കാൻ പറ്റുമോ? നമ്മളിങ്ങനെ പഠിച്ച് എവരെവിടെ തോന്നടാ ഗൈസ്. ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് ഞാനൊന്നും അറിയാത്തവർക്കൊക്കെ ഞാൻ പോവാ. ഒരു മിനിറ്റ് ഈ ഓട്ടോ ആണ് പ്രശ്നം. അത് ശരി. അപ്പൊ ഗൈസ് പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് 20 രൂപ എത്ര കഷ്ടപ്പെട്ട് വന്നപ്പോ ഗൈസ്. അപ്പൊ നമ്മള് സ്റ്റേജ് 2ലേക്കാണ് ഗൈസ്. സ്റ്റേജ് 4 വരെ ഞാൻ കളിക്കുന്നുള്ളൂ. ഇതിനകത്ത് ഏതാണ്ട് 2 ഡോറാ. നമുക്കില്ല ഡോറിൽ കയറാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ ഈ പൊട്ടനെ പിടിച്ചു ഗൈസ്. ഗൈസ് ഇത് ഇത്തിരി കഷ്ടമാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. ഈ ഡോറ് എടുത്തിട്ട് ഇങ്ങോട്ട് പോ. അപ്പൊ ഗൈസ് അവരെയൊക്കെ അവള് കഴി തെറ്റിച്ചിട്ടുണ്ട്. ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ. അവരെ നോക്കാൻ പെട്ടെന്ന് കയറി പോകണം. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. സ്ലോ
ഈ പൊട്ടം വരും. നമ്മൾക്ക് അവിടെ നോക്കണ്ട. അവിടെ ചെറുക്കനാണ് തീര. വീഡിയോ പെട്ട്. ആഹാ പെട്ട് ഗൈസ്. എനിക്ക് കളി എന്താന്ന് ഐഡിയ ഒന്നും ഇല്ല ഗൈസ്, അതാണ് പ്രശ്നം. എന്താണ് ദ്രോഹം? എന്നെ പിന്നെ കണ്ണു കളഞ്ഞാ ഗൈസ്. അയ്യോ ഗൈസ്, നമ്മുടെ ലൈഫ് അകത്താണ് ഗൈസ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. ചുമ്മാ പൊട്ടന്മാരാ അവളെ കൊന്നു കളയുന്നത്. ഈ ദോഷം നമ്മള് വെറുതെ വിടത്തില്ല ഗൈസ്, നമ്മള് ജയിക്കും. ഇത് നമുക്ക് ഗൈസ് അങ്ങനെ കഷ്ടപ്പെട്ട് ഇതുവരെ ഗൈസ്. എനിക്കറിയാം ഗൈസ് ആ പൊട്ടാൻ അവിടെ വിളിച്ചിരിക്കുന്നുണ്ടത് ഗൈസ്. അപ്പൊ നമ്മള് 4 സ്റ്റേജേ കളിക്കുന്നുള്ളൂ ഗൈസ്. ഇനി ഇത്തിരി അയ്യോ ചെറുക്ക് തീരം ചെറുക്ക് തീരാൻ. അയ്യോ ഈ ചെറുക്കനെ പേടിച്ചിട്ട് കഴിക്കണം പോകും. അവളുടെ പടി ഗൈസ്. അവൾ അവിടെ ബുദ്ധി കളിക്കുന്നതുകൊണ്ടാണ് വായിപ്പിക്കണം. അവളപ്പൊ ഇവിടെ വരെ എത്തിക്കൊണ്ട് ഗൈസ്. അയ്യോ ആരോ അവളെ കൊന്നു കളഞ്ഞ ഗൈസ്. പണ്ടാരും ഗൈസ് ആരൊക്കെയോ നമ്മളെ വന്ന് കൊന്നു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ തന്നെ മരിച്ചു. ഏതൊക്കെയോ ലാവയെ വീർത്തൊക്കെയാണ് മരിച്ചു വരുന്നത് ഗൈസ്. ഇതെത്ര നേരമാകുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇത്ര നേരമായിട്ടുണ്ട് ഗൈസ് ഇതുവരെ. അയ്യോ എനിക്ക് പേടിയാവുന്നു ഗൈസ്. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. അയ്യോ പെട്ട് പിടിച്ചു ഗൈസ്. പൊട്ടുകള് എല്ലാം കൂടെ എന്നെ അങ്ങ് പിടിച്ചു ഗൈസ്. ഒരു അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ പെട്ട് കിടക്കുവാണ് ഗൈസ്. എന്ത് ചെയ്യണമെന്ന് അറിയാമേ ഗൈസ്. ഇതാണോ പണി അവന്റെ? അപ്പൊ ഗൈസ് അവർക്ക് കൊറേ ദിവസമായിട്ടുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. എങ്ങനെയുണ്ട് ഗൈസ് ഇത്? പാവം ഗൈസ് ആ പുള്ളി പാവം ഗൈസ്. നമ്മൾക്ക് ആവശ്യമുള്ളപ്പോഴേ ഞങ്ങൾക്ക് യൂസ് ചെയ്യത്തുള്ളൂ ഗൈസ്. ആവശ്യമുള്ളപ്പോഴല്ലേ യൂസ് ചെയ്യുന്ന കാര്യം ഗൈസ്. അല്ലേ ഗൈസ്? അല്ല നമ്മളിപ്പോ 3 സ്റ്റേജേ കളിക്കുന്നുള്ളൂ. ഓൺലി 3 സ്റ്റേജാണ് നമ്മളിത് കളിക്കുന്നത് ഗൈസ്. അത് ചുമ്മാ കയറി വന്നതാണ് ഗൈസ്. അപ്പൊ നമ്മൾ 3 സ്റ്റേജേ കളിക്കുന്നു ഗൈസ്. അപ്പൊ 3 സ്റ്റേജേ നമ്മൾ കളിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇനി ഒരു സ്റ്റേജ് കൂടെ കഴിഞ്ഞാൽ കളി നടത്തുവാണ് ഗൈസ്. നമുക്കൊരു കൊച്ചു വീഡിയോ പോലെയാണ് നമ്മൾ ഇതിരുന്നത്. അടുത്ത 2 വീഡിയോ താഴെ ഉള്ളൂ ഗൈസ്. അതായത് ഈ വീഡിയോ ഞാൻ പറന്നുള്ളതാണ്. ഇത് ഞാൻ പറന്നുള്ള പണിയാണ് ഗൈസ്. ഇത് പറക്കണം ഗൈസ്. ഇത് ചെറിയ കഷ്ടമാണ്. ഇത്തിരി പാടായതുകൊണ്ട് പറന്ന് ജയിക്കാൻ വേണം ഗൈസ്. ഇത് എല്ലാവർക്കും ഭയങ്കര പാടാണ് ഗൈസ്. പക്ഷെ നമുക്ക് അത്ര പാടൊന്നുമില്ല ഗൈസ്. ഗൈസ് ഇതെന്താണ് ഗൈസ്? ഫാൻറ്റൊന്നുമില്ല.
ഇതൊക്കെ ഈസിയാണല്ലോ ഭയങ്കര ഈസിയാണ് ജസ്റ്റ് മിസ്സിപ്പോ ഞാൻ മരിക്കേണ്ടതായിരുന്നു ഗൈസ്. അയ്യോ ഗൈസ് ഇവിടെ പെട്ടുപോയി ഗൈസ്. നമുക്കിപ്പോ എല്ലാ വഴി കൂടെ ഇറങ്ങുള്ളൂ. ഏതൊരിക്കാണ് ഗൈസ് പോകേണ്ടത് ഗൈസ്. ഈ മസിൽ പിടിച്ച ചാമി ഏതാണ് ഗൈസ്? എടാ മസിൽ പിടിച്ച ചാമി അവനിക്ക് 3 തലയാ. അത് കൊള്ളാല്ലേ? ഇല്ല കംസനെ കണക്ക് കംസനെ പോലെ എന്തൊക്കെയാ ആളെ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണേ. അവരാരാ പുള്ളി ആരാന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ ഈസി അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊക്കെ ഈസിയാ ഭയങ്കര. ഗൈസ് ഇതൊക്കെയാണ് നഗരപ്പാട്. നമ്മൾ ജയിലിൽ കൂടെ ഒക്കെ കയറി പോടാണ്ടായി ഗൈസ്. ഇതൊക്കെ പാടില്ല ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് ഇത്? അപ്പൊ ഗൈസ് നമ്മൾ ഫൈനലി സ്റ്റേജ് 4ലേക്ക് എത്തി. അപ്പൊ ഗൈസ് ഇത്തിരി കൂടെ ഇരുന്ന് പ്ലേ ചെയ്യാന്ന് വിചാരിച്ചോണ്ട് ഞാൻ 4 സ്റ്റേജ് കൂടെ ഒക്കെ എടുക്കുമോ വേണ്ടത് നിങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 4ാമത്തെ സ്റ്റേജ് 4ാമത്തെ സ്റ്റേജ് കൂടെ കളിക്കാം നമുക്ക്. അല്ലാതെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 സ്റ്റേജ് കളിക്കാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ 6 സ്റ്റേജ് കളിക്കുന്നുണ്ട് ഇവിടെ. ഇത്രേ ഉള്ളു ഗൈസ് അവിടെ വീഡിയോ. നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണിൽ കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് പറഞ്ഞാൽ SUBSCRIBE. സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കുമ്പോൾ അത് താഴെ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബെൽ ബട്ടൺ കാണിക്കും. അത് ഇങ്ങനെ ഓളെന്ന് കാണിക്കുമ്പോൾ അത് ഞെക്കി കഴിഞ്ഞാൽ ഇല്ല ടിക് ടിക് എന്ന് പറഞ്ഞ ഒരു ബെല്ല് കാണിക്കും. അത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇതിലുള്ള ഇതെല്ലാം കാണാം. അപ്പോൾ ഗൈസ് അറിയാതെ നമ്മൾ ഏതൊക്കെ 2 സ്റ്റേജിലൊക്കെ അറിയാൻ പോയി ഗൈസ്. അത് കുഴപ്പമില്ല ഗൈസ്. ഗൈസ് അറിയാതെ നമ്മൾ നല്ല 2 സ്റ്റേജിലൊക്കെ പോയി. 4 കളി കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പോൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ 100 വീഡിയോസ് ഇടുന്നുണ്ട് എല്ലൊക്കെ ഫ്രീ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.